അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. 2025-26 അധ്യയന വർഷത്തിലെ പാദവാർഷിക പരീക്ഷയുടെ 3ാം ക്ലാസ്സിലെ ദുറൂസുൽ ഇഹ്സാനിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഒന്നാമത്തെ ക്വസ്റ്റ്യൻ, യോജിച്ചവ ചേർക്കാം. ഒന്നാമത്തത് അബ്ദുല്ലാഹിബിനുൽ മുബാറക്. അവിടെ എഴുതി കൊടുക്കേണ്ടത് മഹാപണ്ഡിതൻ. രണ്ടാമത്തത്, കഴിക്കുന്ന ഭക്ഷണം ഹലാലും ത്വയ്യിബും ആയിരിക്കുക. മൂന്നാമത്തത്, ഭക്ഷണത്തെ കുറ്റപ്പെടുത്താതിരിക്കുക. 4, ഭക്ഷണത്തിലേക്കും പാനീയത്തിലേക്കും ശ്വാസം വിടാതിരിക്കുക. 5, അയൽവാസികളെ സ്നേഹിക്കണം. 6, കുടുംബക്കാരെ സൽക്കരിക്കുക. 7, ഭക്ഷണം കഴിച്ച ശേഷം വിരലുകൾ ഊമ്പുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, 2 വീതം എഴുതാം. അതിലൊന്ന്, കുടുംബക്കാരുമായി നല്ല ബന്ധം പുലർത്തിയാൽ ലഭിക്കുന്ന ഗുണങ്ങൾ. കുറേ ഗുണങ്ങളുണ്ട്. 1, റിസ്ക് വിശാലമാകും, ആയുസ് കൂടും, സ്വർഗത്തിൽ കടക്കാൻ കാരണമാകും, നമ്മളും അവരും തമ്മിൽ സ്നേഹം വർദ്ധിക്കും. ഇതിലേതെങ്കിലും 2 എഴുതാം. 2, അയൽവാസികളോടുള്ള കടമകൾ. കുറേ കടമകളുണ്ട്, അതിൽ ഏതെങ്കിലും 2 എഴുതാം. അവരെ വേദനിപ്പിക്കാതിരിക്കുക, അവർ നമ്മെ വേദനിപ്പിച്ചാൽ നാം പൊറുക്കുക, അവരെ ബഹുമാനിക്കുക, അവരുടെ കുറവുകൾ മറച്ചു വെക്കുക, അവർക്ക് ഗുണം ചെയ്യുക, അവരെ സന്ദർശിക്കുക, അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കുക. ഇതിലേതെങ്കിലും 2 എഴുതാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, വിരുന്നിൻ്റെ മര്യാദകൾ. അതിൽപ്പെട്ടതാണ് അവരുടെ സുഖവിവരങ്ങൾ അന്വേഷിക്കണം, പ്രസന്ന ഭാവത്തോടു കൂടി വിരുന്നുകാരെ സ്വീകരിക്കണം, വിരുന്നുകാരോടൊപ്പം ഭക്ഷണം കഴിക്കണം. ഇതിലേതെങ്കിലും 2 എഴുതാം. മൂന്നാമത്തെ ക്വസ്റ്റ്യൻ, ഉത്തരം എഴുതാം. ആരാണ് നമ്മുടെ അയൽവാസികൾ? നമ്മുടെ വീടിൻ്റെ ഓരോ ഭാഗത്തേക്കുമുള്ള 40 വീടുകളിലുള്ളവരാണ് അയൽവാസികൾ. 2, ആരാണ് കുടുംബക്കാർ? നമ്മുടെ ഉപ്പയുമായോ ഉമ്മയുമായോ രക്തബന്ധമുള്ളവരാണ് കുടുംബക്കാർ. 3, എന്തിനാണ് നാം ഭക്ഷണം കഴിക്കുന്നത്? അള്ളാഹുവിന് ഇബാദത്ത് ചെയ്ത് ജീവിക്കാനും ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും. ഇബാദത്ത് ചെയ്യാനും ശരീരത്തിൻ്റെ ആരോഗ്യത്തിനും. നാലാമത്തെ ക്വസ്റ്റ്യൻ, തുടക്കത്തിൽ ബിസ്മി ചൊല്ലാൻ മറന്നാൽ ഓർമ്മ വരുമ്പോൾ എന്താണ് ചൊല്ലേണ്ടത്? ബിസ്മില്ലാഹി അവ്വലഹു വ ആഖിറഹു, അതാണ് ചൊല്ലേണ്ടത്. നാലാമത്തെ ക്വസ്റ്റ്യൻ, സ്വന്തം കുടുംബക്കാരുടെ പേരുകൾ കള്ളിയിൽ എഴുതാം. ഇതിൽ മാതൃകുടുംബം, മാതാവിൻ്റെ കുടുംബം. അപ്പോൾ ഫസ്റ്റ് ഉമ്മയുടെ പേര് എഴുതുക, അതിന് നേരെ താഴെ ഉമ്മയുടെ ഉപ്പാൻ്റെ പേര്, അതിൻ്റെ താഴെ ഉമ്മയുടെ ഉമ്മാൻ്റെ പേര്. പിതൃകുടുംബം, പിതാവിൻ്റെ കുടുംബം. ആദ്യം ഉപ്പയുടെ പേര് എഴുതുക, പിന്നെ ഉപ്പാൻ്റെ പേര് എഴുതുക, പിന്നെ ഉപ്പാൻ്റെ ഉമ്മാൻ്റെ പേര് എഴുതുക, വല്യമ്മാൻ്റെ പേര് എഴുതുക. അപ്പോൾ നമ്മുടെ ഉപ്പ, ഉമ്മ, വല്യമ്മ, വല്ലിപ്പ ഇവരുടെ പേരുകളൊക്കെ എഴുതുക. പൂരിപ്പിക്കാം. ലൈസൽ മുഅ്മിനു ഡാഷ് വജാറുഹു ഡാഷ് ഇലാ ജംബിഹി. ലൈസൽ മുഅ്മിനുല്ലദീ യശ്ബഉ വജാറുഹു ജാഇഉൻ ഇലാ ജംബിഹി. 2, മൻ കാന യുഅ്മിനു ബില്ലാഹി. യുഅ്മിനു അവിടെ എഴുതി കൊടുക്കുക. വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം. വൽ യൗമിൽ ആഖിർ ഫൽയുക്രിം. ളൈഫഹു അവിടെ ഉണ്ട്. അങ്ങനെയാണ് പൂരിപ്പിക്കേണ്ടത്. ആറാമത്തത്, ക്രമത്തിലാക്കാം. അത്വാമനി മിൻ ഗൈരി ഹൗലിൻ അൽഹംദുലില്ലാഹില്ലദി ഹാദാ വറസഖനിഹി മിന്നി വലാ ഖുവ്വ. ഇത് പൂർത്തിയാക്കാനുള്ളതാണ്.
അപ്പോൾ അൽഹംദുലില്ലാഹില്ലദി അത്വഅമനി ഹാദ വറസഖ്നീഹി മിൻ ഗൈരി ഹൗലിൻ മിന്നി വലാ ഖുവ്വ. അതാണ് പൂർത്തിയാക്കേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്കെല്ലാവർക്കും നല്ല സ്വഭാവം നൽകി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.